ഈ കല്യാണത്തിന് സമ്മതിക്കാൻ. കാരണം ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ മാമിയാർ രണ്ടാം കെട്ടിയാരെ തലയിൽ വെക്കും തന്നെ. അതുമല്ല, മാമിനോട് എന്തു പറഞ്ഞാണ് മുടക്കേണ്ടത്? ദേവിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു വർഷം ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒന്ന് ആസ്വദിക്കാം. അതുമല്ല, ദേവിൻ്റെ തീരുമാനത്തിൻ്റെ സ്നേഹം കൂടി ചിലപ്പോൾ മാറ്റാൻ പറ്റിയാലോ. ലച്ചു ഓരോന്ന് ഓർത്തുകൊണ്ട് അവനോട് സമ്മതം എന്ന് പറഞ്ഞു. ഫാവുവിനോട് ഐശ്വര്യനോട് കോണ്ടാക്ട് ഒഴികെ ചെക്കൻ ദേവാണെന്നൊക്കെ പറഞ്ഞു. അവരെന്തോ അവൻ വേണമോ വേറെ ബന്ധം നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ താൻ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. തൻ്റെ ഇഷ്ടത്തിന് അവന് സമ്മതിച്ചു. തനിക്കതിന് പ്രത്യേക ദേഷ്യം ഉണ്ടായില്ല ദേവിനോട്. ഹേമ വിട്ടുപോയതുകൊണ്ട് അവരുടെ പ്രേമവും തനിക്ക് പ്രശ്നമായിരുന്നില്ല. ദേവ് മക്കൾ രണ്ടുപേരെയും തോളിൽ കിടത്തി ലച്ചുവിൻ്റെ ഫ്ലാറ്റിൽ ബെല്ലടിക്കാൻ നോക്കുമ്പോഴാണ് വാതിൽ ചാരിയിരിക്കുന്നത് കണ്ടത്. കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് അവൾ വാതിൽ പൂട്ടാൻ മറന്നെന്ന് അവൻ മനസ്സിലാക്കി. അവൻ രണ്ടുപേരെയും ഒരു മുറിയിൽ കിടത്തി. ഇത്രകാലം അവരോടൊപ്പമല്ല അവൾ കഴിഞ്ഞത്. ഇന്ന് അവൾക്ക് അവരില്ലാതെ പറ്റില്ലെന്ന് ദേവിനറിയാം. അതുകൊണ്ടാണ് അവൻ മക്കളെ കൊണ്ടുവന്ന് കിടത്തിയത്. അവൻ ലച്ചു എവിടെ പോയെന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ചുമരിൽ ലച്ചുവും മക്കളും ഒരുപാട് പോസുള്ള ഫോട്ടോ കാണുന്നത്. മക്കളുടെ കുഞ്ഞുനാൾ മുതൽ ഈ പ്രായമാവുന്നവരുള്ള ഫോട്ടോസുണ്ട്. അവൻ ഓരോന്ന് നോക്കി കണ്ടു. ചിലതൊക്കെ അവൻ്റെ ക്യാമറയിൽ പകർത്തി. അവൻ മക്കളുടെ കുഞ്ഞരിപ്പല്ലുകൾ കൊണ്ടുള്ള ചിരി കണ്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി. അതൊക്കെ കണ്ടിട്ട് അവന് തൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ പോലെ തോന്നി. ലച്ചുവിനെ നോക്കിക്കൊണ്ട് അവിടെ മുഴുവൻ നോക്കിയിട്ട് കാണാത്തപ്പോൾ അവനെന്തോ ഒരു ചെറിയ ഭയം വന്നു. പക്ഷേ മക്കളെ വിട്ട് അവൾ എങ്ങോട്ട് പോയില്ലെന്ന് പ്രതീക്ഷിച്ച് അവൻ അവസാനം ബാൽക്കണിയിൽ പോയി നോക്കുമ്പോൾ കണ്ടു ചുമരിൽ ചാരി കാൽമുട്ടിൻ്റെ മുകളിൽ തലവെച്ചുറങ്ങുന്ന ലച്ചുവിനെ. അവൻ ശബ്ദമുണ്ടാക്കാതെ അവളെ മെല്ലെ കോരിയെടുത്തു. അപ്പോഴേക്കും പെണ്ണവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. കുട്ടികളുടെ അടുക്കളായി അവൻ അവളെ കിടത്തി. മൂന്നുപേരെയും പുതപ്പിച്ച് മൂന്നാൾക്കും നെറ്റിയിൽ ഓരോ ഉമ്മയും കൊടുത്തു. ഇനി എൻ്റെ ലച്ചുവിൻ്റെയും മക്കളുടെയും കൂടെ ഇങ്ങനെ തനിക്ക് എന്താണ് കിടക്കാൻ പറ്റുന്നത്? അവൻ ചിന്തിച്ചുകൊണ്ട് മുറിയുടെ വാതിൽ ചാരി ഇറങ്ങി. ലച്ചു ഉറങ്ങിയതുകൊണ്ട് അകത്തുനിന്ന് ആരും മുൻവാതിൽ അടക്കുമെന്ന് ഓർത്ത് അവൻ അവിടെ കണ്ട സോഫയിൽ ഇരുന്നു. അവനെന്തോ അവരവിടെ തനിച്ചു വിടാൻ തോന്നിയില്ല. അങ്ങനെ അവൻ ഓരോന്ന് ഓർത്തുകൊണ്ട് ആ സോഫയിൽ തന്നെ കിടന്നുറങ്ങി. കണ്ണിലേക്ക് സൂര്യൻ്റെ വെളിച്ചം കുത്തിയപ്പോഴാണ് ലച്ചു കണ്ണു തുറന്ന്. താൻ ഇത്രയും നേരം കിടന്നുറങ്ങിയെന്ന് ഓർത്തവൾ. ഓരോന്നോർത്ത് എണീക്കുമ്പോഴാണ് ലച്ചു ഓർത്ത് താൻ ഇവിടെയല്ലാലോ ഇന്നലെ കിടന്നതെന്ന്. മക്കളും കൂടെ അടുത്ത് കിടന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദേവ് കൊണ്ട് കിടത്തിയതായിരിക്കുമെന്ന്. അന്നേരം അവൾ സമയം നോക്കി ഞെട്ടിപ്പോയി. ഇന്ന് സ്കൂളിലേക്ക് പോകാൻ വൈകിയ തന്നെ. അല്ലു, അതും എണീറ്റേ, മതി, സ്കൂളിൽ പോയാൽ ലേറ്റായി. അവൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വേഗം ബാത്റൂമിൽ ഓടിക്കയറി. കാരണം അവൾക്കറിയാമായിരുന്നു ഇപ്പോൾ വിളിച്ചാൽ രണ്ടും കൂടി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കുമെന്ന്. പിന്നെ ഒരു ഓട്ടമായി ലച്ചു അടുക്കളയിൽ കയറി ഫുഡൊക്കെ വേഗം ഉണ്ടാക്കി. രണ്ടിനെയും പിടിച്ച് വേഗം എണീപ്പിച്ച് റെഡിയാക്കി. ഭക്ഷണമൊക്കെ വേഗം കൊടുത്തു. ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ലച്ചു ഒരു ഫോൺ കാണുന്ന ടീപ്പോയി. ഫോണെടുത്ത് വാൾപേപ്പർ കണ്ടത് അത് ദേവിൻ്റെ ഫോണെന്ന് ഉറപ്പിച്ചു. മക്കളും അവനും കൂടിയുള്ളൊരു സെൽഫിയാണ് വാൾപേപ്പർ. അപ്പോഴാണ് അവൾ ഓർത്ത് അവൻ രാവിലെ വരെ തങ്ങൾക്ക് കൂട്ട് കിടന്നതാണെന്ന്. അയ്യോ അമ്മി, ഇത് അച്ഛൻ്റെ ഫോണല്ലേ? സ്കൂൾ ഷൂ ഇടുന്ന തിരക്കിൽ അല്ലു ചോദിച്ചു. അമ്മ ഫോണിത്താ, ഞാൻ അച്ഛന് കൊടുത്തിട്ട് വരാം. ആദ്യം അതും പിടിച്ചുകൊണ്ട് ഓടി. പിന്നാലെ അല്ലു. ഒരുപാട് സമയമാക്കിയത്, അല്ലെങ്കിൽ തന്നെ വൈകി. ഇനി വൈകിൻ്റെ കയ്യിൽ നല്ലത് കിട്ടും, ലച്ചു അവിടെ പിന്നാലെ ഓടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും രണ്ട് ശരിയെന്ന് പറഞ്ഞ് ലിഫ്റ്റ് ക്ലോസ് ചെയ്തിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയതും അവർ കാണുന്ന ദേവ് അങ്ങോട്ടേക്ക് വരുന്നതാണ്. അവരെ കണ്ടപ്പോൾ അവൻ മുട്ടൂത്തിയിരുന്ന് കൈ നീട്ടിപ്പിടിച്ചു. രണ്ടാളും കൂടി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഇന്ന അച്ഛ ഫോന്. അതി സമയമില്ല, അമ്മ കാത്തിരിക്കുന്നുണ്ട്, പിന്നെ കാണാമേ. അല്ലു അത് പറഞ്ഞ് രണ്ടാളും ഓടി. അവരുടെ കളി കണ്ട് അവന് ചിരി വന്നു പോയി. എണീക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ വീണ്ടും തിരിച്ച് ഓടി വരുന്നത്. ഇനി എന്താണെന്ന് അവൻ സംശയത്തിൽ നോക്കി. രണ്ടാളും ഓടി വന്നൊരു ഉമ്മ കൊടുത്തു. ലവ് യു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. അവന് വല്ലാത്ത സന്തോഷം തോന്നി. ലച്ചു ബസ് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. കൂടെയില്ലാത്തതിനാൽ അവൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കയറി. അപ്പോഴേക്ക് അല്പം നനഞ്ഞിരുന്നവൾ. കാലം തെറ്റി പെയ്ത മഴയായതിനാൽ ശക്തമായി കാറ്റുമഴയായിരുന്നു ഉണ്ടായത്. പ്രതീക്ഷിക്കാത്ത മഴയായതുകൊണ്ട് അവൾ കുടയും കരുതിയില്ല. സാരി കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അതൊക്കെ തുടക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ രണ്ട് കണ്ണുകൾ തന്നെ ശരീരത്തെ ചൂടി നോക്കുന്നത് കാണുന്നത്. ലച്ചിന് വല്ലാതെയായി. കാരണം ഫ്ലാറ്റ് അടുത്താണെങ്കിലും കുറച്ച് നടക്കാനുണ്ട്. അതുവരെ ഓടിപ്പോയാലും ഈ മഴത്ത് താൻ നന്നായിട്ട് നനി. അതുകൊണ്ടാണ് അവൾ അവിടെ തന്നെ നിന്നിരുന്നത്. ഓട്ടോ വല്ലതും ഉണ്ടോ എന്ന് അവൾ നോക്കി. പക്ഷെ ഒന്നും ഫ്രീ അല്ലേ, എന്തെങ്കിലും ആവട്ടെ, ഇനി എന്തായാലും നടക്കാൻ ഓർത്ത് ലച്ച് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി രണ്ട് ചൂട് വെച്ചത് അവളുടെ മുകളിലൂടെ ഒരു കുട അവളെ നനയാതെ സംരക്ഷിച്ചു. തോളിലൂടെ കൈയിട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ദേവാണെന്ന്. കൈ മാറ്റി പുറത്തു പോകാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദേവ് കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്ത്. ഡേ, മര്യാദ കൂടെ നടന്നു, അല്ലെങ്കിൽ കോരിയെടുത്തുകൊണ്ടു. ഞാൻ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ.
ദേവ് ദേഷ്യോട് പറഞ്ഞു ലച്ചു അടങ്ങി നിന്നു. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം അവനറിയാമായിരുന്നു കെഞ്ചി പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല, ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവളൊന്ന് പേടിക്കുള്ളൂ എന്ന്. എന്നാൽ അവൻ അറിഞ്ഞില്ല അവളുടെ ദേഷ്യം എന്തിനാണെന്ന്. അവൻ വിചാരിച്ച് താൻ ആ രാത്രി വഴക്ക് പറഞ്ഞിട്ടുള്ള ദേഷ്യമായിരിക്കുമെന്നാണ്. എന്നാൽ ലച്ചു ഓർത്ത് ഇങ്ങനൊരു കാലം തെറ്റി പെയ്ത മഴയിലായിരുന്നു താൻ ദേവിൻ്റെ ജീവിത സഖിയായതെന്നായിരുന്നു. ലച്ചുവിൻ്റെ സമ്മതം കിട്ടിയതും എല്ലാം പെട്ടെന്നായിരുന്നു. ദേവ് ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ തനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. പക്ഷേ അന്നേ താൻ ദേവിനെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കലും ആഭരണെടുക്കലും അങ്ങനെ ഒരു മേളം തന്നെയായിരുന്നു. ആഭരണമൊക്കെ തൻ്റെ അമ്മയുടെ തന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഒരു മാസത്തിന് ശേഷം തങ്ങളുടെ കല്യാണ തീയതി കുറിച്ച് കിട്ടി. അതിനിടയിൽ താൻ അച്ഛനോടും അമ്മയോടും നല്ല കൂട്ടായി. സത്യം പറഞ്ഞാൽ അത്രക്കും പാവമാണ്. തന്നെ ജീവനാണ് രണ്ടാൾക്കും. എന്നാൽ സാക്ഷാൽ ദേവതമ്പുരാന്റെ ശബ്ദം കേൾക്കുന്നു കാണുന്നു കല്യാണ മണ്ഡപത്തിൽ നിന്നായിരുന്നു. അന്ന് കണ്ടതിന് ശേഷം കോളോ മെസ്സേജോ ഒന്നും ഉണ്ടായില്ല. ഐഷും ഫാവും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ എത്തി. പിന്നെ ഒരു മേളമായിരുന്നു. ഇനി എന്താവും തന്നെ ജീവിതം നോക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ചടങ്ങുകളൊക്കെ ആസ്വദിച്ച് തന്നെ ചെയ്തു. അങ്ങനെ ദേവ് തൻ്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. താലി കിട്ടുമ്പോഴും താൻ പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതാവസാനം വരെ ഈ താലി ഉണ്ടാവണേ എന്നാണ്. കല്യാണത്തിന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് വൈകിട്ടാണ് പോയത്. കോളേജിലെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു ദേവിനെ കല്യാണം കഴിച്ച് കണ്ടതിൽ താൻ. കാരണം രണ്ടാണ്. ഒന്ന്, അവന് ഹേമയും അതുപോലുള്ള പ്രേമത്തിലായിരുന്നു. രണ്ട്, ഈ വായാടി പെണ്ണിന് ഈ മിണ്ടാപ്പൂച്ചയോ എന്നായിരുന്നു. ഹേമയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും തനിക്ക് കല്യാണത്തിന് വിളിക്കാൻ പറ്റിയില്ല. ദേവിൻ്റെ കൂടെ പോകുമ്പോൾ കരഞ്ഞൊന്നുമില്ല. കാരണം ഒരച്ഛനും അമ്മയും കാത്തിരുന്ന സന്തോഷമായിരുന്നു. എന്നാലും മാമനെയും ദേവിനെയും ഫാഹുവിനെയൊക്കെ വിട്ടു പോകുന്നൊരു ചെറിയ സങ്കടമുണ്ടായിരുന്നു. മാമി കരഞ്ഞ് അഭിനയിച്ചു. എന്തിന്? വെറുതെ കണ്ണീര് വേസ്റ്റായെന്നായിരുന്നു തനിക്ക് മാമിയുടെ മുഖം കണ്ടപ്പോൾ ഓർമ്മ വന്ന്. അങ്ങനെ ദേവാലയ വീട്ടിൽ താൻ നിലവിളിക്ക് വെച്ച് പിടിച്ചു കയറി. അന്നും ദേവിനെ കാണാനേ കിട്ടിയില്ല. വൈകിട്ട് റിസപ്ഷന് വേണ്ടി ഒരുങ്ങുമ്പോഴാണ് അവനെ കാണുന്നത് തന്നെ. അതുവരെ ഒരുമിച്ചുണ്ടായത് ദേവിൻ്റെ കസിൻസാണ്, അമ്മുവും മായ ചേച്ചിയും. രണ്ടുപേരും അവൻ്റെ ഇളയച്ചൻ്റെ മക്കളാണ്. മായ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ദേവിനേക്കാളും വലുതാണ്. അമ്മു ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി, തനി വായാടി. പിന്നെ ദേവിനൊരു അപ്പിച്ചി. അവർ ഭർത്താവ് മരിച്ചതിന് ശേഷം മകൻ്റെ കൂടെ ഗൾഫിലാണ്. അതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. പിന്നെ ദേവിൻ്റെ അമ്മ വീട്ടിലെ സുഭദ്ര അമ്മ മാത്രമാണ് മകൾ. കൂടെ പറപ്പ് ആരുമില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും മുമ്പേ മരിച്ചു. റിസപ്ഷന് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അധികവും. അങ്ങനെ അതും ഗംഭീരമായി കഴിഞ്ഞു. എല്ലാം കൂടി താൻ നല്ല ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് ആദ്യരാത്രി താൻ ഒറ്റയ്ക്ക് തന്നെ പാലും കുടിച്ച് ദേവിനെ കാത്തിരിക്കാതെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയി. രാവിലെ എന്തോ ശബ്ദം കേട്ടായിരുന്നു ലച്ചു ഉണർന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നു ദേവ് ജോഗിങ്ങിന് വേണ്ടി റെഡിയാവുന്നതാണ്. ഇവൻ്റെ ക്ഷീണമൊക്കെ പോയോ? ഇതെന്തോ മനുഷ്യനാണ് എന്ന് പിറുവിറിക്കുമ്പോഴാണ് സമയം എത്ര ആയതെന്ന് ഓർത്ത്. കാരണം ഇന്ന് താൻ വേറെ വീട്ടിലല്ലേ. അവൾ വേഗം ഞെട്ടിണീറ്റു. പതുക്കെ എണീറ്റാ മതി, താൻ കിടന്നു, ക്ഷീണം ഉണ്ടാവില്ലേ? അമ്മ വഴക്കൊന്നും പറയില്ല, കുറച്ച് കിടന്നെന്ന് വെച്ച്. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ വൈകണമെന്ന് കരുതി ഒന്ന് ഫ്രഷായി അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. തിരക്കിട്ട ജോലി ചെയ്യുന്ന സുഭദ്രയുടെ പിന്നിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മക്കുട്ടി എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു. ആഹാ, എണീറ്റ് എൻ്റെ മോള്. എന്തിനാ എത്ര പെട്ടെന്ന് എണീറ്റ്? കുറച്ചു നേരം കിടക്കായിരുന്നില്ലേ? ഇത്ര വേഗം എണീക്കണ്ട കേട്ടോ. ഇവിടെ അത്ര പണിയൊന്നുമില്ല ചെയ്യാൻ. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അച്ഛൻ രാവിലെ പറമ്പിലേക്ക് ഇറങ്ങും, അതുകൊണ്ടാണ് ഞാൻ എണീറ്റ്. ദാ ചായ കുടിക്കേ. അതും പറഞ്ഞുകൊണ്ടവർ അവളെ ചേർത്ത് നിർത്തി ചായ കൊടുത്തു. അത് സാരമില്ല, അമ്മയോടൊപ്പം രാവിലെ തന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഒരു സുഖമല്ലേ. അതുമല്ല ഇനി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ പറ്റിയില്ലെങ്കിലോ. അവൾ വേഗം ചായ കുടിച്ചുകൊണ്ട് സ്ലാബിൽ കയറിയിരുന്നു. സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറി കണ്ടതും അവൾ ഇതെടുത്ത് വെച്ച് അരിഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്തോളാം ലച്ചൂട്ടി. അമ്മയുടെ മോളിൽ ചെന്ന് അച്ഛന് ചായ കൊടുത്തുവോ? അച്ഛൻ താഴെ പറമ്പിൽ കാണും. അമ്മ തന്നെ കൊടുത്താൽ മതിയായിരുന്നു. അതാണെങ്കിൽ അച്ഛന് റൊമാൻസ് സ്കോപ്പായനെ. ലച്ചു സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞ് ചായ എടുത്തുകൊണ്ട് ഓടി. ഡി കുരുത്തം കെട്ടവളെ, നിനക്ക് ഉണ്ടടി വെച്ചിട്ട്, സുഭദ്ര ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഈ കാഴ്ചയൊക്കെ കാണാൻ ദേവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ലച്ചു നേരെ പറമ്പിൽ പോയി അച്ഛന് ചായയും കൊടുത്ത് അവിടെയുള്ള കൃഷിയൊക്കെ കണ്ട് പണിക്കാരോട് കുശലൊക്കെ പറഞ്ഞു. അച്ഛനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാണ്. അച്ഛൻ്റെ കയ്യിൽ തൂങ്ങിയായിരുന്നു പെണ്ണിൻ്റെ നടപ്പ്. ഒരച്ഛൻ്റെ സ്നേഹം അയാൾ ആവോളം അവൾക്ക് ഒരു ദിവസം തന്നെ കൊടുക്കുന്നുണ്ട്. ദോശ അമ്മ ചുട്ട് കഴിഞ്ഞായിരുന്നു. സാമ്പാർ അമ്മ ഉണ്ടാക്കിക്കോളെന്ന് പറഞ്ഞ് പറമ്പൊക്കെ ഒന്ന് കണ്ടുപോയെന്ന് പറഞ്ഞ് അയച്ചതാണ് അവൾ സുഭദ്ര. പിറ്റേ ദിവസം തന്നെ മാമൻ്റെ വീട്ടിലേക്ക് വിരുന്നിൽ ചെന്നു. തനിക്ക് അവിടെ താമസിക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും മാമനോടുള്ള കടപ്പാടിൽ ഒരു ദിവസം താമസിച്ചു. എന്തോ ഭാഗ്യത്തിന് മാമിയും ദേവയോട് മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. പിന്നെ വിരുന്നും മറ്റുമായി ദിവസങ്ങൾ പോയി. അതിനിടയിൽ താൻ ജോലിയിൽ കയറി. കൂടുതൽ അറിയാനും താൻ ആ വീടിന്. അവർ തൻ്റെ ലോകം തന്നെയായി മാറി.
ദേവയും മുമ്പത്തെ പോലെ അല്ല, ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയ പോലെ. ആ മാറ്റം അച്ഛനും അമ്മയാണ് കണ്ടെത്തി പറഞ്ഞ് ഞാൻ വന്നതിൽ പിന്നെയാണ് പോലും അവനിങ്ങനെ മാറിയത്. അതിൻ്റെ ഇടയ്ക്ക് ദേവ തിരുവനന്തപുരത്തേക്ക് തന്നെ ജോലിക്ക് പോയി. ഉടനെ ട്രാൻസ്ഫർ സാധ്യമല്ല. എല്ലാ വീക്കെൻഡും അവൻ കണ്ണൂരിലേക്ക് വരും. അച്ഛൻ്റെയും അമ്മയുടെ പ്രിയപുത്രിയായി മാറി തന്നെ. അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാനും ദേവ എപ്പോഴും അടിയാണ്. ദേവ എന്തോ ഒരുപാട് ചിരിക്കാൻ പഠിച്ച പോലെ, അല്ലെങ്കിൽ വാക്കുകൾക്ക് ക്ഷാമുണ്ടായവൻ ഇന്ന് ചൊരിയുകയാണ്. പണ്ടത്തെ പോലെ കലിപ്പിലുള്ള സംസാരമൊക്കെ, ആ മാറ്റങ്ങളൊക്കെ തനിക്ക് മനസ്സിലായിരുന്നു. അവനെ കാണാതെ മിസ് ചെയ്യെങ്കിലും എല്ലാ ദിവസവും കോൾ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ഒരു പൂമ്പാറ്റയെ പോലെയായിരുന്നു താൻ. ഇതുവരെ തനിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ 3 മാസത്തിൽ തന്നെ അവർ തനിക്ക് തന്നു. അപ്പോഴേക്ക് താനും ദേവി എന്തും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളായി മാറിയിരുന്നു. 1 വർഷം കഴിഞ്ഞ് താനെങ്ങനെ ഇവർ വിട്ടുപോയെന്ന് ഓർത്ത് തനിക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു. കാരണം ആ അച്ഛനെയും അമ്മയും തനിക്ക് ജീവനാണ്. ദേവയാണെങ്കിൽ അവനായിരുന്നു തൻ്റെ ലോകം തന്നെ. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയും അച്ഛനും തന്നെ ദേവയുടെ അടുത്തേക്ക് വിട്ടത്. കാരണം അവനുടനെ ഒരു ട്രാൻസ്ഫർ കിട്ടില്ല. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും തനിക്കൊരു ജോലി ശരിയാക്കി അവിടെ പോവാൻ. കാരണം ഞങ്ങൾ രണ്ടാളും ഈ ആഴ്ച കൂടുമ്പോഴുള്ള കാണൽ കൊണ്ട് ഒരു വൈവാഹിക ജീവിതം തുടങ്ങിയെന്ന് അവർ തീരുമാനിച്ചു. കാരണം അവൻ്റെ ജോലി തിരക്കാരണം ഇടയ്ക്കുള്ള ആഴ്ച വരാറില്ല. അഥവാ ഇനി വന്നാൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യമെന്ന് പറഞ്ഞ് അവന് പോകേണ്ടി വരും. താൻ ഒരുപാട് പറഞ്ഞാണ് അവരിട്ട് പോകുന്നില്ലെന്നൊക്കെ. പക്ഷെ രണ്ടാളും തന്നെ പിടിച്ച പിടിയാൽ അങ്ങോട്ട് അയച്ചു. രണ്ടാൾക്കും നല്ല വിഷമമുണ്ടായിരുന്നു താൻ പോകുന്നില്ല. പക്ഷെ തങ്ങളുടെ നല്ല ജീവിതത്തോട് അവരൊന്നും പറഞ്ഞില്ല. നാട്ടിലെ ജോലിക്ക് റിസൈൻ ചെയ്ത് ദൈവം അവിടെ ജോലിയൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷമാണ് അങ്ങോട്ട് പോയത്. താൻ പോകുന്നവരെ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു അവൻ്റെ താമസം. ഞാൻ പോയതുകൊണ്ട് ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. അതായിരുന്നു തങ്ങളുടെ ലോകം. എന്നു മുതലാണ് അവൻ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവയ്ക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ അറിയാമോ എന്ന് ആലോചിച്ച് താൻ അത്ഭുതപ്പെട്ടു. ഹേമ ശരിക്കും അവന് വിട്ടുകളഞ്ഞ് ഓർത്ത് തനിക്ക് തന്നെ പുച്ഛം തോന്നി. എല്ലാ ദൈവങ്ങളോടും താൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഇങ്ങനൊരു അച്ഛനെയും അമ്മയും ഭർത്താവിനെയും തന്നേ. അങ്ങനെയായിരുന്നു ദേവയുടെ സ്നേഹം. തന്നെ താലോലിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഒരച്ഛൻ്റെ അമ്മയുടെയും കൂട്ടുകാരൻ്റെയും ഒക്കെ കടമ അവൻ ഭംഗിയായി പൂർത്തീകരിച്ചു. തൻ്റെ പിന്നാലെ കൊഞ്ചിക്കൊണ്ട് ഉമ്മകൾക്ക് വേണ്ടി നടക്കുന്ന ദേവിനെ കാണുമ്പോൾ ആ പഴയ ദേവാണെന്ന് ഒരിക്കലും പറയില്ല. അവൻ തന്നെ പറയുമായിരുന്നു തൻ്റെ കൂടെ കൂടിയതിൽ പിന്നെയാണ് ജീവിതം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയതെന്ന്. പുറത്തൂശിലുള്ള നീതിമാനായ ഗുണ്ടകൾക്ക് പേടി സ്വപ്നമായ ദേവ വീട്ടിൽ തൻ്റെ കുഞ്ഞു കുട്ടിയായിരുന്നു. കുറുമ്പും വാശിയും ഒക്കെയുള്ള ഒരു ദേവ. വീട്ടിലെ അമ്മയോട് പോലും ഇങ്ങനെ പെരുമാറാൻ താൻ കണ്ടിട്ടില്ല. അതിനിടയ്ക്ക് അച്ഛനും അമ്മയോട് വന്നു നിന്ന് പോയി. ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി മാറി. ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. ഇത്ര ആസ്വദിച്ച നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊക്കെ അവസാനിച്ച് നാട്ടിൽ പോയി വന്ന ശേഷമാണ്. അന്നായിരുന്നു താൻ അവസാനമായി നാട്ടിൽ പോയത്. ദേവയുടെ പിറന്നാളായതുകൊണ്ട് അമ്മ നിർബന്ധിച്ച് വരുത്തിയതാണ്. അതുമല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാൾ. അവരെന്തെങ്കിലും സർപ്രൈസ് ഒരുക്കണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന് തന്നെ സാലറി കൊണ്ട് അവന് പ്രിയപ്പെട്ട വാച്ച് വാങ്ങിവെച്ച് അങ്ങനെ നാട്ടിലേക്ക് പിറന്നാളിന് 2 ദിവസം മുമ്പേ എത്തി. അമ്മയോടെന്തോ സംസാരിക്കുമ്പോഴായിരുന്നു അമ്മ ചേർത്ത് നിർത്തി തന്നെ തലോടിക്കൊണ്ട കാര്യങ്ങൾ പറഞ്ഞ്. അന്നേരം ദേവ് പുറത്ത് നാട്ടിലെ കൂട്ടുകാരെ കണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ്. ശരിക്കും മോളെ അവന് വേണ്ടി കണ്ടെത്തിയതാ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ശരി. മോളുള്ളതുകൊണ്ടാണ് അവനൊരുപാട് മാറിയത്, ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കാൻ പഠിച്ചത്. ഇല്ലെങ്കിൽ ജോലി എന്നൊരു വിചാരം മാത്രമേ ഉണ്ടാവൂ. അന്ന് ആ കൊച്ചിൻ്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് നന്നായി അല്ലേ രാമേട്ട? അടുത്തായി നിൽക്കുന്ന രാമനോട് സുഭദ്ര ചോദിച്ചു. അദ്ദേഹം തലയാട്ടി. എന്തു പറഞ്ഞു എന്നമ്മ? അത് ആരോട്? ലക്ഷ്യ സംശയത്തോടെ ചോദിച്ചു. മോൾക്കറിയാലോ, ഞങ്ങൾ കുറച്ച് പഴയ ചിന്തക്കാരാ. അതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെ കാല് പിടിച്ചായാലും കുഞ്ഞൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല വേറെ ഒരു മതത്തിലെ കുട്ടിയെ. അതുകൊണ്ടാണ് ആ മോളവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേറെ വിവാഹം കഴിച്ച്. അറിയാം ദൈവന് സങ്കടമൊക്കെ ഉണ്ടാവുമെന്ന്, പക്ഷേ അതൊക്കെ അവൻ്റെ നല്ലതിനാ. ശരിയാ, 2 പേരെ പിരിച്ചിട്ടല്ല നല്ലത് ചെയ്യേണ്ടത്. പക്ഷേ ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. സുഭദ്ര പറഞ്ഞു. ലച്ച് ഞെട്ടിപ്പോയി. അപ്പോൾ അവൾ സ്വമനസാലെ തനിക്ക് വിട്ടുതന്നല്ല ദേവിനെ. ഇതൊക്കെ ദേവറിഞ്ഞാലുള്ള പുകിൽ. കാരണം തനിക്കറിയാം അവൻ്റെ ദേഷ്യത്തെക്കുറിച്ച്. അമ്മേ, ഇതൊക്കെ ദേവറിഞ്ഞാൽ?